യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ആണ് കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ നമ്മൾ കേട്ട ആ വചനത്തിൻ്റെ പുതിയ നിയമത്തിലെ ഭാഗം നമ്മൾ വീണ്ടും നിഴലായിരിക്കുന്നത് പൊരുളായി വെളിപ്പെടുന്ന സമയം. ദാവീദ് പറഞ്ഞ നല്ല ഇടയൻ പുതിയ നിയമത്തിൽ വെളിപ്പെടുകയാണ്. ആ ഇടയൻ പറയുകയാണ്, ഞാൻ ഇടയനാണ് എന്നല്ല കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. അങ്ങനെ ധൈര്യത്തോടെ പറയുവാൻ സാധിക്കുന്ന ആരെങ്കിലും ഈ ഭൂലോകത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്ന് പറയുവാൻ കഴിഞ്ഞ ഒരുവനുണ്ടെങ്കിൽ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുവാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞവൻ യേശു മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനെന്ന് പറയാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെയാണ് വാതിലെന്ന് പറയാൻ കഴിയുന്നവൻ യേശു മാത്രമേ ഉള്ളൂ. 7 ഞാനാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും എടുത്ത് പഠിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റേതായ ആ സ്തോത്രം, സ്വാധീനം, ദൈവത്തിൻ്റേതായ ആ കരുതലും കാവലുമൊക്കെ നമുക്ക് വളരെ അധികമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അതെ, ഞാൻ നല്ല ഇടയനാകുന്നു. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവത്തെ അനവധി രീതികളിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ദൈവം മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി ദൈവം വരച്ചു കാണിക്കുന്നത് ഒരു നല്ല ഇടയനായി. പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് 100-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ തന്നെ ദൈവം എന്ന് അറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളുമാകുന്നു. അപ്പോൾ ദൈവം എന്നറിയുവാൻ, ആ ദൈവം നമ്മളെ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ അവനുള്ളവരാണ്, ദൈവത്തിൻ്റെതാണ് ദൈവമാണ് നമ്മളെ വിളിച്ചത്, അവൻ്റെ ജനമാണ്, അവൻ മേയിക്കുന്ന ആടുകളുമാണ്. ആ ആട്, ആ ജനം, ആ ഇടയൻ, അവർ തമ്മിലുള്ള കൂട്ടുബന്ധത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില മർമ്മങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില മർമ്മങ്ങൾ പലതും നമുക്കറിയാമായിരിക്കും, മറ്റു ചിലത് ജീവിതത്തിൽ നമുക്ക് മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് ആശ്വാസമായി തീരുവാൻ, നമുക്ക് വിടുതലായി തീരുവാൻ, നമുക്ക് സൗഖ്യമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു ഇടയൻ്റെ ഹൃദയത്തെയാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ദാവീദിനെ പറ്റി ദൈവം പറയുമ്പോൾ, ദാവീദിനെ പറ്റി ദൈവം അഭിമാനത്തോടെ പറയുന്നത് അവൻ എൻ്റെ ഹൃദയത്തെ തേടുന്നവനെന്നാണ്. ദാവീദിനെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അവന് നല്ല ഇടയനായിരുന്നു. കൊടുത്ത ആടുകളെ വേണ്ട വിധത്തിൽ മേയിക്കുവാൻ കഴിയുന്ന ഒരിടയനാണെന്ന് സ്വയം തെളിയിച്ചു. ഒരു മോശ ഒരിടയനായിരുന്നു. അദ്ദേഹവും 40 വർഷത്തോളം താൻ ചെയ്ത ശുശ്രൂഷ നിറപടിയായി നിവൃത്തീകരിച്ചു. വിശ്വസ്തയോടെ തൻ്റെ വേല ചെയ്തു. അതേ, ഇസ്രായേലിനെ നോക്കുകയാണെങ്കിൽ അവരുടെ യാക്കോബും ആടുകളെ നോക്കുന്നവനായിരുന്നു. അവിടെ ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇടയനും ആടും തമ്മിലുള്ള കൂട്ടുബന്ധം യഥാർത്ഥത്തിൽ ദൈവവും മനുഷ്യനുമായി നിലനിൽക്കുന്നു. അവിടെ ദാവീദ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായി. അതിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ നമ്മളോട് കൂടുതലായിട്ട് സംസാരിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ദാവീദ് പറഞ്ഞ സങ്കീർത്തനത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ ഈ ആടുകളെ നോക്കുന്ന ആ പുൽമേട്ടിൽ നിന്നുകൊണ്ട് കിന്നരം വായിക്കുന്ന ഒരു ദാവീദ്, ആരും കൂടെയില്ലെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദാവീദ്, ആ ദാവീദ് പറയുകയാണ്, യഹോവ
എൻ്റെ ഇടയനാകുന്നു. അഭിമാനത്തോടെ, അധികാരത്തോടെ, സ്നേഹത്തോടെ, വാഞ്ചയോടെ ദാവീദ് പറയുകയാണ്. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവമാണ് എന്നെ നടത്തുന്നത്. ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ കൂടെ ദൈവമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്ത ഒരു നല്ല ഇടയനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഇടയൻ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തുവെങ്കിൽ ഇന്ന് ആരുമില്ലെന്ന് നമ്മൾ പറയരുത്. ഇന്ന് പറയണം, ദൈവം എൻ്റെ ഇടയനാകുന്നു. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. ഗുഡ് ഷെപ്പേർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ പദം അതിനോട് ചേർക്കുന്നുണ്ട്. ഗുഡ്, ഞാൻ നല്ല ഇടയൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. അപ്പോൾ എല്ലാ ഇടയന്മാരും നല്ലവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലർ കൂലിക്കാരായി വരുന്ന ഇടയന്മാരുണ്ട്. അവർ ചെന്നായി വരുമ്പോൾ തൻ്റെ ആടുകളെ വിട്ടിട്ട് ഓടിപ്പോകും എന്ന് യേശു യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ ആടുകൾക്ക് വേണ്ടി ജീവൻ, അവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ നല്ല ഇടയനാണ് എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. എത്ര നല്ലവനാണ് എന്ന് ചോദിച്ചാൽ, കർത്താവ് ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്തു. അതിനപ്പുറത്ത് എന്ത് നന്മ ഒരാൾക്ക് പറയാൻ കഴിയും? സ്വന്തം ചുടുചോര തൻ്റെ ആടുകൾക്ക് വേണ്ടി വെച്ച് കൊടുത്ത തൻ്റെ ശരീരത്തെ യാഗമായി അർപ്പിക്കുന്നതിനപ്പുറത്ത് ഒരു നന്മ ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയത്തില്ല. അവരെ വീണ്ടെടുത്തു. അപ്പോൾ അത്രയ്ക്കും സ്നേഹിച്ച ഒരു നല്ല ഇടയനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതിനെ ഓർത്ത് ഇന്ന് എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിനെ ദൈവം കണ്ടതായിരുന്നു. തൻ്റെ ആടുകൾ മേയിക്കുമ്പോഴും ആടുകളെ അത്രയധികം സ്നേഹിച്ചുകൊണ്ട് അവയെ ഓരോന്നിനെയും പോറ്റി പുലർത്തുന്ന ഒരു ദാവീദ്, ആ ഹൃദയം ദൈവം കണ്ടു. ഇന്ന് പലപ്പോഴും ഇടയന്മാരെന്ന് പറയുമ്പോൾ പാസ്റ്റർമാരായിട്ടാണ് കാണുന്നത്. എങ്കിലും ഈ വചനത്തിലൂടെ ചിന്തിക്കുമ്പോൾ മറ്റു ചില ആലോചനകൾ എൻ്റെ ഹൃദയത്തിൽ ഉരുവായി വന്നതുകൊണ്ട് പ്രിയ ദൈവമക്കളുമായി അത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ വിശ്വാസിയും യഥാർത്ഥത്തിൽ ഒരു ഇടയൻ്റെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കിയെങ്കിൽ, യഥാർത്ഥത്തിലുള്ള അനുഭവത്തെപ്പറ്റി ഞാൻ പറയുന്നത്, കേവലം ഒരു സോളിഷായിട്ടുള്ള അല്ലെങ്കിൽ മാനസിക നിലവാരങ്ങളല്ല, അതിനപ്പുറത്ത് ആത്മാവിൻ്റെ നിലവാരത്തിൽ, ആത്മീയ തലങ്ങളിൽ ഒരു യഥാർത്ഥ രക്ഷയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ളവരിലേക്ക് എനിക്ക് ലഭിച്ച ഈ അനുഭവം, എനിക്ക് ലഭിച്ച ഈ രക്ഷ അവരുടെ ജീവിതത്തിലും വേണമെന്ന്, അല്ലെങ്കിൽ മറ്റു ആടുകളെപ്പറ്റി ഒരു ഭാരവും അവരെ പറ്റിയുള്ളൊരു അവരുടെ യഥാർത്ഥത്തിൽ ഈ ഇടയൻ്റെ ആടുകളായി തീരുവാൻ, യഥാർത്ഥ രക്ഷയിലേക്ക് കടന്നതിന് സന്തോഷവും സമാധാനവും യഥാർത്ഥത്തിൽ ജീവിതം അനുഭവിക്കുവാൻ, നിത്യത അവകാശിയായി തീരുവാനും ഉള്ള ഒരു ഹൃദയം അവർക്ക് വേണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ഒരു നല്ല ഇടയൻ നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുട്ടുണ്ടാകുകയില്ല എന്ന് ദാവീദ് അതേ വിശ്വാസത്തോടെയാണ് പറയുന്നത്. ദാവീദ് പറയുന്ന ഓരോ വാക്യങ്ങളും 6 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 23. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ പേരെ സ്വാധീനിച്ച അല്ലെങ്കിൽ വിശ്വാസത്തിൽ വരാത്തവർക്ക് പോലും അത്ര ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 23. ഞാനും വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ ഇതിൻ്റെ 6-ാം വാക്യം ചില വിഷയങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അത് ഏറ്റുപറയുവാനിടയായി.
അതുകൊണ്ട് ആദ്യമായി പഠിച്ച ചില ദൈവിക വചനങ്ങൾ ഒന്നാണ് ഈ 23-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം. അത് നമ്മുടെ ജീവിതത്തിൻ്റേതായ തലങ്ങളിൽ, നമ്മുടെ ഓരോ നടത്തിപ്പിലും, ഓരോ നടത്തത്തിലും, ഓരോ ജീവിതത്തിൻ്റേതായ തുറകളിലും ദൈവത്തിൻ്റേതായ നിയന്ത്രണവും, ദൈവത്തിൻ്റേതായ മേലധികാരവും, ദൈവത്തിൻ്റേതായ നടത്തിപ്പുകളും നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചറിയുവാൻ, യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അറിയുവാൻ, നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊന്ന് സൂക്ഷിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദൈവത്തെ സ്വന്തം ജനം അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്ന സത്യദൈവത്തെ എനിക്ക് ലഭിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിചാരിക്കും അത് ജസ്റ്റ് ഒരു വാചക കസർത്താന്നോ അല്ലെങ്കിൽ ഒരു അത്ര അർത്ഥവത്തല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇസ്രയേലിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ഇസ്രയേൽ എന്ന ആ രാജ്യം, ഇസ്രയേൽ എന്ന ആ ജനത, ഇസ്രയേലായിരിക്കുന്ന ആ ജനത അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായത് ഈ അബ്രഹാമിൻ്റെ ദൈവം അവരുടെ ദൈവമായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ, യേശുക്രിസ്തു പരിചയപ്പെടുത്തിയ യേശുക്രിസ്തു നമ്മളെ പിതാവെന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ ഈ സത്യദൈവത്തെ ജീവിതത്തിൽ ലഭിക്കുന്നതിനപ്പുറത്ത് ഒരു അനുഗ്രഹം ഒരു വ്യക്തിക്ക് ലഭിക്കാനില്ല. സ്തോത്രം. ഒരുപക്ഷെ സാമ്പത്തികമായ ഉന്നതികൾ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചില്ലെന്നിരിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ വിടുതൽ വന്നില്ലെന്നിരിക്കാം. പക്ഷേ ഒരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ട്. എൻ്റെ ഏത് വിഷയത്തിലും എൻ്റെ ദൈവം എനിക്കിടയനായിട്ടുണ്ട്. ആ ദൈവം, ആ യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതെന്ന് 33-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം പറയുന്നു. അപ്പോൾ ആ ദൈവം നമുക്ക് ദൈവമായിരിക്കുന്ന ജാതി, ഒരു ദേശത്തിൻ്റെ ദൈവം യഹോവയായി തീരുന്നെങ്കിൽ ആ ദേശം വിടുതൽ പ്രാപിക്കും. ഒരു ഭവനത്തിൻ്റെ ദൈവം യേശുക്രിസ്തുവായി തീരുമ്പോൾ, യഹോവയായി തീരുമ്പോൾ, ആ ഭവനത്തിലുള്ള എല്ലാവരും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, അതിനകത്ത് ഒരു അനുഗ്രഹം മറഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, യഹോവ ദൈവമായിരിക്കുന്നത് കൊണ്ടാണ്. എന്ന് അന്യ ദൈവങ്ങളെ അവർ ആരാധിക്കാൻ പോയോ അന്ന് അവരുടെ ജീവിതത്തെ അനുഗ്രഹം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ യഹോവ നമുക്ക് ദൈവമായി തീർന്നു, യഹോവ നമുക്ക് ഇടയനായി തീർന്നു. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ദൈവം നമുക്ക് ഒരു നല്ല ഇടയനായി തന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകും. ഒന്നും ഒരുപക്ഷെ ഭൗതിക നന്മകൾ ഒന്നും കിട്ടിയില്ലെങ്കിലും ഭയപ്പെടേണ്ട. ഒരുപക്ഷെ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി, നമ്മുടെ ഇടയൻ ദൈവമാണോ? നമ്മുടെ നല്ല ഇടയൻ കർത്താവായ യേശുക്രിസ്തു ആണോ? അപ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവ എനിക്ക് നല്ല ഇടയനാകുന്നു, എനിക്ക് മുട്ട് ഉണ്ടാകുകയില്ല. അതെ, ആ ദൈവം നമുക്ക് ഇടയനായിട്ടുണ്ടെങ്കിൽ മുട്ട് ഉണ്ടാകുവാൻ ഇടയാകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് സമയമാകുമ്പോൾ നടത്തി തന്നിരിക്കും. കാരണം ആ ഇടയൻ്റെ ആടുകളായി തീർന്നെങ്കിൽ ഇടയൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളത്. ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ നോക്കുമ്പോൾ മോശയൊരു ഇടയനായിട്ടാണ് നമ്മൾ കാണുന്നത്. 40 വർഷത്തോളം ആടുകളെ മേയിക്കുവാനുള്ള പ്രാപ്തി, അതിൻ്റെ പരിചയവുമൊക്കെ 40 വർഷം കൊണ്ട് മോശ തൻ്റെ ജീവിതത്തിൽ നേടിയെടുത്തു. അല്ലെങ്കിൽ അത് ഒരു പരീക്ഷണങ്ങളിലൂടെ മോശ കടന്നുപോയി. താഴ്ന്ന അനുഭവമാണെന്ന് നമുക്ക് ചിന്തിച്ചേക്കാം. അതിനു മുമ്പ് ഫറവോൻ്റെ അരമനയിൽ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു 40 വർഷം മോശയുടെ ജീവിതത്തിനുണ്ടായിരുന്നു. പക്ഷേ ദൈവം പരിശോധിച്ച് നോക്കിയത്, മോശെ കരങ്ങൾ ഉപയോഗിക്കാൻ കൊള്ളാകുന്നവനാണോ എന്ന് നോക്കിയത് ഫറവോൻ്റെ അരമനയിലല്ല, ആടുകളെ മേയിക്കുമ്പോഴാണ്. സ്തോത്രം. അപ്പോൾ യെശയ്യാ പ്രവാചന പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ
പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്നും കരേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? ആ ഇസ്രായേൽ ജനത്തിന് വിടുതലില്ലാതിരുന്നപ്പോൾ അവർ പറയുകയാണ്, ആടുകളുടെ ഇടയനോടുകൂടെ ആമേൻ സ്തോത്രം സമുദ്രത്തിലൂടെ കുതിരയെ പോലെ അവരെ നടത്തിയ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ അവർ ഓർക്കുകയാണ്. അപ്പോൾ ഇടയൻ തൻ്റെ ആടുകളെ ആമേൻ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ചെങ്കടലിനെ പുലർത്തി അതിനെ ഒരു ഉണങ്ങിയ നിലമാക്കി ചെങ്കടലിന് അപ്പുറത്തേക്ക് നയിച്ച ഒരു ഇടയനായിരുന്നു മോശ. ദൈവത്തിൻ്റെ കരം മോശയോട് കൂടെ ഇരുന്നു. മോശയുടെ കരങ്ങൾ ഒരു വടിയുണ്ടായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. ആ വടി ഇടയൻ്റെ വടിയാണ് ചെങ്കടലിനെ പിളക്കുവാൻ തക്കവണയായത്. അതേ 73-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആളുകളെ പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻ കൂട്ടത്തെ പോലെ അവരെ നടത്തി. അവര് മരുഭൂമിയിൽ നടക്കുമ്പോൾ ആട്ടിൻ കൂട്ടത്തെ മരുഭൂമിയിലൂടെ നടത്തുന്നത് പോലെ ദൈവം മോശ എന്ന വ്യക്തിയിലൂടെ ഇസ്രായേലിനെ വഴി നടത്തുകയാണ്. ആ 40 വർഷവും ഹല്ലേലൂയ ദാവീദ് ഓർത്ത് പറയുന്നത്, ദൈവം എനിക്ക് മുട്ടുണ്ടാകുവാൻ ഇടയാകത്തില്ല. മരുഭൂമിയിൽ 40 വർഷത്തോളം മരുഭൂമി അനുഭവങ്ങൾക്കകത്ത് നിങ്ങൾക്ക് മേശയൊരുക്കുമെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഒരു ദിവസം പോലും മന്ന നിന്നു പോകാതെ കാടപ്പക്ഷികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ കയ്യെത്തി പിടിക്കാകുന്ന അകലത്തിൽ കാടപ്പക്ഷികളെ എത്തിച്ചു കൊടുത്ത് വെള്ളമില്ലാതെ വരണ്ട മരുഭൂമിയിൽ തീക്കൽ പാറയിൽ നിന്നും ഹല്ലേലൂയ ഊളിയിടുന്ന മരുഭൂപ്രദേശങ്ങളിലും ആമേൻ സ്തോത്രം അവരെ പരിപാലിച്ച് നടത്തിയ ഒരു ദൈവം. ഹല്ലേലൂയ. കൊടുങ്കാറ്റിലും പേമാരിയിലും ദൈവം അവരോടുകൂടെ നടന്നു. ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിലെല്ലാം ഹല്ലേലൂയ ആ തീക്കൽ പാറയിൽ നിന്ന് വെള്ളമില്ലാതിരുന്നപ്പോൾ അവർക്ക് വെള്ളത്തെ പുറപ്പെടുവിച്ചു കൊടുത്ത ദൈവം. ആ ദൈവത്തെ ഓർത്ത് ദാവീദ് പറയുകയാണ്, അവൻ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുവരുവാനിടയാകത്തില്ല. ഒരു ദിവസം പോലും അവരുടെ ആവശ്യങ്ങൾ നിന്നു പോയിട്ടില്ല. അനാവശ്യമായി പലതും അവർ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. ദൈവം ഇറച്ചി കൊടുക്കാൻ അന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ അവൻ പലതും ദൈവം ആഗ്രഹിക്കാത്തത് ചോദിച്ചത് അവർക്ക് ലഭിക്കാതിരുന്നപ്പോൾ ദൈവത്തോട് മറുതലിച്ചപ്പോൾ മരുഭൂമിയിൽ പട്ടുപോകുന്ന ഒരു തലമുറയായി അവർ മാറി. ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ അനാവശ്യങ്ങളല്ല, ദൈവഹിതപ്രകാരം ചോദിക്കുന്നത് സകലതും എൻ്റെ ദൈവം സമയമാകുമ്പോൾ എൻ്റെ കരങ്ങളിൽ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം പറയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുവാൻ ഇടയാകത്തില്ല. അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ആലയത്തിൽ കൂടി വരിക പതിവായിരുന്നു. അവിടെ ശക്തമായ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ മുട്ട് ഉള്ളവൻ ആരുമുണ്ടായിരുന്നു, മുട്ടില്ലാത്ത ആരുമില്ലായിരുന്നു. സകലരുടെ ആവശ്യങ്ങളെ ദൈവം നടത്തിയിരുന്നു. ഹല്ലേലൂയ. സഭ ഒരുമിച്ച് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ഇന്നും അവയെ നമ്മളെ മുട്ടില്ലാതെ നടത്താൻ കഴിയുന്ന ദൈവമുണ്ട്. ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കൊരു ഉടയവനില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ നല്ല ഇടയനെ പരിചയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവുമായിട്ട് ഹൃദയത്തെ ഒന്ന് കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തുടങ്ങിയ സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെ യേശുക്രിസ്തു ആമേൻ ഒരു ഇടയനായിട്ട് വെളിപ്പെടുന്നു. യേശുക്രിസ്തു 3.5 വർഷത്തോളം ഗലീലിലെങ്ങും ചുറ്റി സഞ്ചരിക്കുമ്പോൾ അനവധി വ്യക്തി ജീവിതങ്ങൾ, ആയിരങ്ങൾ പതിനായിരങ്ങൾ യേശുക്രിസ്തുവിന് ചുറ്റും തടിച്ചുകൂടുമ്പോൾ ആമേൻ രോഗത്തോടെ വന്ന ആരെയും കർത്താവ് ആമേൻ വിശ്വാസത്തോടെ വന്ന ആരോടും കർത്താവ് അവൻ്റെ പിന്നാമ്പുറങ്ങളെ ചോദിച്ചില്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ താഴ്മയോടെ വന്ന എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തു സൗഖ്യമാക്കി. ഇന്ന് ആ കർത്താവ് ഹല്ലേലൂയ ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഇന്നും കർത്താവ് യേശുക്രിസ്തു സൗഖ്യമാക്കും. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ആടിൻ്റെ മുറിവിനെ കെട്ടുന്നവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. ചതഞ്ഞ ഓടെ ഓടിക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. അതേ, തൻ്റെ ജനത്തിന് 5000-ഓളം പുരുഷന്മാർ, പിന്നീട് സ്ത്രീകൾ, കുട്ടികൾ ആമേൻ ആ മരുഭൂപ്രദേശത്ത് ആ പുൽപ്പുറത്ത് ഇരിക്കുമ്പോൾ അവരെ
ഒരു ദിവസം മുഴുവൻ അവരെ ദൈവത്തിൻ്റെ വചനം കേട്ടതിന് ശേഷം അവർ തൻ്റെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ സമയമായപ്പോൾ അവർ മടങ്ങിപ്പോയാൽ അവർ വഴിയിൽ വീണു പോകുമെന്ന് ആമേൻ നല്ല ഇടയൻ തിരിച്ചറിഞ്ഞപ്പോൾ ആമേൻ അവിടെ ഒന്നുമില്ല കൊടുക്കാൻ. പക്ഷേ ഈരയായ ദൈവം, ഹല്ലേലൂയ, അതേ ഉടയവനായ ദൈവം, മുട്ടുണ്ടാക്കാത്ത ദൈവമായ യേശു കർത്താവ്, ഹല്ലേലൂയ, അവിടെ ഫിലിപ്പോസ് പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. ആമേൻ. ആ ശിഷ്യന്മാർ പറഞ്ഞു, ഇവരെ പറഞ്ഞയക്കാൻ പറഞ്ഞു. യേശു ക്രിസ്തു പറഞ്ഞു, ഇല്ല, അവർ വഴിയിൽ വീണു പോകാൻ ചാൻസ് ഉണ്ട്. ആമേൻ. സ്വന്തം അവർക്കറിയില്ല. പക്ഷേ യേശു ക്രിസ്തുവിനോട് ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിൻ്റെ ആമേൻ അവസ്ഥകളെ യേശു ക്രിസ്തു വ്യക്തമായ ഒരു ആരോഗ്യത്തെ കർത്താവ് അറിഞ്ഞിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു 5 അപ്പം എടുത്ത് വാഴ്ത്തി, ആമേൻ, 2 മീനും എടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ 5000-ഓളം വരുന്ന പുരുഷന്മാരും അതിലധികം സ്ത്രീകളെയും കുട്ടികളെയും പരിപോഷിപ്പിക്കുക മാത്രമല്ല, ആമേൻ തൻ്റെ കൂടെ നടന്ന, തൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന 12 അപ്പോസ്തലന്മാരുടെ കരങ്ങളിൽ 12 കൊട്ട കൂടി നിറച്ചയച്ച് അവരെയും ഭവനത്തിലേക്ക് മടക്കി അയച്ച ഒരു ഉടയവനായ ഒരു ഈരയായ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഒരു ശൂന്യത വന്ന മണ്ഡലങ്ങളിൽ വെള്ളത്തിന്, ആമേൻ, അവിടെ കല്യാണ വിരുന്നുശാലയിൽ അവിടെ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അവിടെ അവർക്ക് വേണ്ടുന്ന വീഞ്ഞിനെ, ആമേൻ, പകർന്നു കൊടുക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ പരിചയപ്പെടാം. ഹല്ലേലൂയ. ഒരു പത്രോസിൻ്റെ കരങ്ങളിൽ നികുതി കൊടുക്കുവാൻ പണമില്ലാതിരുന്നപ്പോൾ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും മീനിൻ്റെ വായിൽ ധർമ്മ പ്രണയത്തെ സ്വന്തം കരങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം, ആ നികുതി കൊടുക്കുവാൻ തക്കവണ്ണം ഇന്ന് ഇടയാക്കിയ ഒരു നല്ല ഈരയായ യേശു ജീവിക്കുന്നു. അനേക വിധവമാരുടെ കണ്ണുനീരിനെ തുടച്ച യേശു ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹം, ആ ദൈവം കർത്താവ് തൻ്റെ ജനത്തെ കണ്ടപ്പോൾ തിരുവചനം പറഞ്ഞു, അവർ ജനം യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു ജനത്തെ കണ്ടപ്പോൾ അവരെ കണ്ട് കർത്താവായ യേശു ക്രിസ്തു മനസ്സലിയുകയാണ്. വലിയ പുരുഷാരത്തെ കണ്ടപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനസ്സലിഞ്ഞ് അവൻ രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ നമ്മളെ കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥയെ കണ്ട് ആമേൻ മനസ്സലിയാത്തൊരു കർത്താവല്ല, ഇന്നും നമ്മുടെ അവസ്ഥയെ കണ്ട് മനസ്സലിയുന്ന ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അവൻ എൻ്റെ ഇടയനാണ്. ഹല്ലേലൂയ. നിങ്ങൾ തിരഞ്ഞെടുത്ത ജനമാണ്, ഞാൻ തിരഞ്ഞെടുത്ത ആ ആടുകളാണെന്നാണ് കർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെ നിങ്ങളെ പിക്ക് ചെയ്തതാണെങ്കിൽ, ദൈവം തന്നെ നമ്മളെ തിരഞ്ഞെടുത്തതാണെങ്കിൽ, ഞാനാകുന്ന ആടിൻ്റെ ആവശ്യങ്ങളെ എൻ്റെ ഇടയൻ നടത്തുവാൻ ഇടയാകുമെന്ന് ഇന്ന് ദാവീദ് പറഞ്ഞതുപോലെ വിശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയാം. സ്തോത്രം. നമുക്ക് ആവശ്യമായ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അവിടെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ എൻ്റെ ദൈവം തണുപ്പിക്കുന്നു. അപ്പോൾ ഈ ഇടയൻ്റെ ഒരു പ്രത്യേകത, ഈ നല്ല ഇടയൻ എൻ്റെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവിക സമാധാനത്താൽ എന്നെ നിറയ്ക്കുക മാത്രമല്ല, ഹല്ലേലൂയ, ആ ദൈവം നിരന്തരമായി എന്നെ വഴി നടത്തും. അതെ, ആ ദൈവം, ആ യേശു പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, ആ ഇടയൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ ഇടയൻ്റെ സ്വഭാവം ഇത് കേൾക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിലെ സ്വഭാവമായി മാറട്ടെ. ഇത് കേൾക്കുന്ന ഈ വചനം, ഇത് കേൾക്കുന്ന ദൈവദാസന്മാരുടെ ജീവിതത്തിലെ നമ്മുടെ സ്വഭാവമായി മാറട്ടെ. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഹല്ലേലൂയ. അവിടെ ദൈവിക സമാധാനത്താൽ ഒരു വിശ്വാസിയെ വഴി നടത്തുന്ന ദൈവമുണ്ട്. സ്വസ്ഥതയില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സമാധാനമില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ സങ്കീർത്തനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് സ്വസ്ഥതയുള്ള ഒരു ഹൃദയം നൽകുവാൻ, സമാധാനമുള്ളൊരു കുടുംബജീവിതം നൽകുവാൻ, സമാധാനമുള്ളൊരു ഹൃദയം നൽകുവാൻ ആഗ്രഹിക്കുന്നത് നല്ല ഇടയനെയാണ് നമ്മൾ ഇന്നും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആടുകളെ
ഉള്ള സ്വഭാവം അതൊരിക്കലും ഒരു പരാക്രമം കാണിക്കുന്നതല്ല. ആട്, വിശ്വാസിയുടെ സ്വഭാവം മുട്ടനാടിൻ്റെ സ്വഭാവമല്ല, ചെമ്മരിയാടിൻ്റെ സ്വഭാവമാണ് ആയിത്തീരേണ്ടത്. നമ്മൾ മുമ്പ് പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, പുലിയായിരുന്നവനെ ഒരു ആടാക്കി ചെമ്മരിയാടാക്കി മാറ്റിയതാണ് ദൈവിക സുവിശേഷം. ഹല്ലേലൂയ. ഭീകരന്മാരായിരിക്കുന്ന, ക്രൂരന്മാരായിരിക്കുന്ന, ഹൃദയം കെടുത്ത അനേകരെ ആമേൻ ഒരു ആടിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റുന്നതാണ്. ഹല്ലേലൂയ. അതിക്രൂരന്മാരെ പോലും ഇന്നും ഒരു ആടിനെ പോലെ ആക്കി തീർക്കുന്ന ഒരു സുവിശേഷമാണ് ഇന്ന് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് വരുന്നവൻ അവൻ കുത്തുന്നയാടല്ല, ഹല്ലേലൂയ, സ്നേഹിക്കുന്നയാടാണ്. നമ്മൾ കേട്ടതുപോലെ ആ ആട് പ്രതികരിക്കാറില്ല പലപ്പോഴും. ആരെങ്കിലും ഒക്കെ ഉപദ്രവിച്ചാൽ ഹല്ലേലൂയ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആ ആടുകളെ എങ്ങോട്ടാണ് ഈ ഇടയൻ നയിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ് നടത്തുന്നത്. അവിടെ പുൽപ്പുറങ്ങളിൽ കിടത്തുകയാണ്. ആ ഇടയൻ കിടത്തുക മാത്രമല്ല, ആ ഇടയൻ നടത്തുന്നു, തണുപ്പിക്കുന്നു. ഇടയൻ നമ്മളെ ഇന്ന് ഉറക്കമില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ എന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് കിടക്കയിൽ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയാത്ത വിശ്വാസികളുണ്ടെങ്കിൽ, വിശ്വാസി വരാത്തവരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം. പക്ഷേ ഇന്ന് വിശ്വാസിൽ വന്നിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഉറക്കത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, ഇന്ന് ദാവീദ് പറയുകയാണ്, എനിക്ക് വലിയ കിടക്കയൊന്നുമില്ലെങ്കിലും പുൽപ്പുറത്ത് കിടന്നാൽ ഞാൻ കിടന്നുറങ്ങും. സ്തോത്രം. പട്ടുമെത്ത കിട്ടിയിട്ട് കാര്യമില്ല, കർത്താവ് എൻ്റെ ഇടയനാകുന്നുണ്ടെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് രാത്രികാലവും എവിടെയും കിടന്ന് നമുക്ക് ഉറങ്ങാം. അപ്പോൾ ആടിൻ്റെ ഒരു പ്രത്യേകത, ആടെങ്ങനെ പെട്ടെന്ന് ഉറങ്ങത്തില്ല. ആട് വളരെ സെൻസിറ്റീവാണ്. ചെറിയൊരു ശബ്ദം കേട്ടാൽ ആട് ചാടി എഴുന്നേൽക്കും. പക്ഷെ ആടിനൊരു ഉറപ്പുണ്ട്, എൻ്റെ ഇടയൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ആടിനൊരു ഉറപ്പുണ്ടെങ്കിൽ ആട് സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരുപക്ഷെ ചുറ്റും സിംഹങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ആടിനറിയാം എൻ്റെ ഉടയവൻ, എൻ്റെ ഇടയൻ, ആമേൻ, ആ സിംഹം എന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പൈശാചിക മണ്ഡലങ്ങളെ ഭയപ്പെട്ട് ആമേൻ എപ്പോൾ ആമേൻ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ എന്നെ തകർക്കുമെന്ന് ചിന്തിച്ച് ഓരോ ദിവസവും ഭയപ്പെട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾ എന്നെ മൂടിക്കളയുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ സോങ് ഓഫ് സോങ്സിൽ ഒരു വാക്യമുണ്ട് കേട്ടോ, അത് നമുക്ക് കിട്ടിയെങ്കിൽ വായിക്കാം. സാർ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വാക്യമാണ് അത്. അതിൻ്റെ 1:7 നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ശൂലേംകാരി തൻ്റെ പ്രിയപ്പെട്ടവനെ പറ്റി അതൊരു ആട്ടിടയനായി അവിടെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ 7-ാം വാക്യം കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. അവിടെ പറയുകയാണ്, അപ്പോൾ ഈ ശൂലേംകാരിയുടെ ആഗ്രഹം, ദൈവസഭയുടെ ആഗ്രഹം എവിടെ ആയിരിക്കാനാണ്? ആ കർത്താവിനോട് കൂടി ആയിരിക്കാനാണ്. നിങ്ങൾ ആളാണെങ്കിൽ ഒരു ദൈവസഭയ്ക്കകത്തെ കർത്താവിനെ ആമേൻ കർത്താവ് വീണ്ടെടുത്ത ജനമാണെങ്കിൽ അവരുടെ ആഗ്രഹം എന്താണ്? എൻ്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്നത് എന്തിന്? അപ്പോൾ ഈ കന്യകയുടെ ഈ ശൂലേംകാരിയുടെ ആഗ്രഹം ഇടയനെ കാണുവാനാണ്. ചോദിക്കുന്നത്, ഉച്ചയ്ക്ക് ഈ ആടുകളെ കിടത്തുന്നത് എവിടെയാണ്? കൊടും ചൂടത്തും തൻ്റെ ആടുകളെ തണലുള്ളിടത്ത് കൊണ്ട് കിടത്തുന്നവനാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഇടയൻ. ഹല്ലേലൂയ. ചൂടേറിയ മറുയാത്രയിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ഇസ്രായേലിന്റെ കൂടെ അവൻ നടകൊള്ളുമാറായവനാണ് ദൈവം. നമ്മുടെ കൂടെ നടക്കുന്നവനാണ് നമ്മുടെ ഇടയൻ. നമ്മളെ കൈവിട്ടിട്ട് പോകുന്നവനല്ല. ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെതായ ഈ മറുയാത്രയിൽ നടക്കുമ്പോൾ
ആമേൻ, ദൈവം നമ്മോടുകൂടെ, എമ്മാനുവേൽ എന്നർത്ഥം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മോടുകൂടെ നടക്കുന്നുണ്ടെന്ന്, അദൃശ്യനായി നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറ, ഹല്ലേലൂയ, ഇമ്മാനുവേലായവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ആമേൻ, ഇടയനെ പോലെ ആമേൻ, ആഴിയുടെ ആഴങ്ങളിലൂടെ കുതിരയെ പോലെ നടത്തിയ ദൈവം ഇന്നും എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ആടുകൾക്ക് ഒരുപക്ഷെ പ്രാണികൾ ആടിനെ വന്ന് ശല്യം ചെയ്യും. ഹല്ലേലൂയ, അതിൻ്റെ ചെവിയിലൊക്കെ കയറും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പിന്നെ ഒരുപാട് ഉൾഭയമുള്ളതാണ് ഈ ആട്. ഹീസ് ഇൻസെക്യൂർ. കാരണം സ്വയം സംരക്ഷിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മളൊരു വിശ്വാസി, യഥാർത്ഥത്തിൽ ഒരു ദൈവിക വിശ്വാസിയായി തീർന്നാൽ നമ്മൾ പലരോടും പ്രതികരിക്കാറില്ല. ആരെങ്കിലുമൊക്കെ മുഖത്ത് അടിച്ചതുപോലെ സംസാരിച്ചാലും, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആരടാ എന്ന് ചോദിച്ചാൽ ഏതടാന്ന് ചോദിക്കുന്ന പുലിയുടെ സ്വഭാവം ഉണ്ടായിരുന്ന പലരും ആമേൻ നമ്മളൊരു ആടിനെ പോലെ ഇന്നായി തീർന്നു. സ്തോത്രം. അപ്പോൾ ഈ ആടിന് പലവിധ ഭയങ്ങളുള്ളതാണ്, പലവിധ ടെൻഷനുകളൊക്കെ ഉള്ളിലുണ്ട്. കാരണം എനിക്ക് സംരക്ഷണമില്ല, എന്നെ ആരും എൻ്റെ കൂടെ ഇല്ല. പക്ഷേ ആട്ടിടെ എൻ്റെ ശബ്ദം കേട്ടാൽ that's all it needs. സ്തോത്രം. കാരണം ആടിനറിയാം ആട്ടിടേനെ എത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആമേൻ. അപ്പോൾ ചില തള്ളയാടുകൾ ചില കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ബമ്മാടുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബമ്മർ ഷീപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തള്ളയാടിന് പോലും ഇതിനെ വേണ്ട. അപ്പോൾ ഇതിനെ, ഈ ഇടയനെടുത്തിട്ട് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഇതിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കും. ഇതിനെ കൊണ്ട് അമ്മയുടെ അടുത്തിട്ടാലും അമ്മ ഇതിനെ നോക്കത്തില്ല. പിന്നെ ഇതിനെ നോക്കുന്ന ഇടയനാണ്. അപ്പോൾ ഈ ബമ്മറാട് വളർന്നു കഴിയുമ്പോൾ ഇടയൻ വിളിക്കും. ഇടയൻ്റെ ഒരു പ്രത്യേക രീതിയിൽ ഇടയൻ്റെ ശബ്ദമുണ്ട്. അപ്പോൾ പല ആടുകൾ പല ഇടങ്ങളിലായിട്ട് ഒരുമിച്ച് പല കൂട്ടങ്ങളായി മേയുമ്പോഴും ഈ ഇടയൻ്റെ ആടിൻ്റെ കൂട്ടത്തിലുള്ള ആടുകൾ മാത്രം ഈ ഇടയൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി വരും. ചിലത്തൊക്കെ നമ്മൾ കണ്ടു കാണും. പക്ഷേ ആദ്യം ഓടി വരുന്നത് ഈ ബമ്മർ ഷീപ്പാണ്. കാരണം ആർക്കും വേണ്ടാതെ സ്വന്തം അമ്മ പോലും കൈവിട്ടപ്പോൾ തന്നെ മാറോട് ചേർത്ത് പിടിച്ച് അതിനെ വളർത്തിയ ഇടയനെ ആമേൻ, ആ സ്നേഹം, ആ ശബ്ദം കേൾക്കുമ്പോൾ അതാദ്യം ഓടി വന്ന് തൻ്റെ ഇടയനോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ആർക്കും വേണ്ടാത്ത ആടുകളെ ഇന്ന് സ്തോത്രം തൻ്റെ സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ട് വരുന്ന, മാറോട് അടുക്കി പിടിക്കുന്ന ഒരു നല്ല ഇടയനെയാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്, പിന്നീട് നമുക്കതിലേക്ക് വരാം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അലറിയടിക്കുന്ന തിരമാല പോലെ, കലങ്ങി മറിയുന്ന ആമേൻ കലഹജലം പോലെ ജീവിതത്തിൻ്റെതായ അനുഭവങ്ങളിൽ പലപ്പോഴും ചൂടേറിയ അനുഭവങ്ങൾ ഉള്ളിൽ കടന്ന് കത്തുമ്പോൾ, ഹല്ലേലൂയ, ദൈവമേ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുന്ന അനവധി വിശ്വാസ സമൂഹമുണ്ട്. പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് പോലും അവർ മാറിപ്പോകുവാൻ ആമേൻ അവരുടെ ഹൃദയത്തിലേക്ക് ചിന്തകൾ വന്നേക്കാം. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ നല്ല ഇടയൻ അതിൻ്റെ പിന്നാലെ പോയി അതിനെ എടുത്തുകൊണ്ട് വരുന്നൊരു നല്ല ഇടയനുണ്ട്. അപ്പോൾ ഇന്ന് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അതിനെ നടത്തുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക, പച്ചയായ പുൽപ്പുറത്ത് തണുപ്പുണ്ട്. ചൂടേറിയ അനുഭവങ്ങൾക്കുള്ളിൽ തണുത്ത ഒരു ജലാശയ ഒരു തണുത്ത അനുഭവം, ഒരു ആശ്വാസം നൽകുന്ന അനുഭവം അരുമനാഥന്റെ പാദപീഠത്തെങ്കിൽ ചെല്ലുമ്പോൾ കിട്ടും. എവിടെ ചെന്നാലും കിട്ടാത്ത ഒരു ദൈവിക ആശ്വാസം അവിടെയുണ്ട്. ആ പുൽമേട് കാണിക്കുന്നത് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ ഭക്ഷണത്തെ കർത്താവ് നൽകും. ആത്മീയ മന്നായെ നൽകുന്ന ഒരു ദൈവം. അവിടെ ഉണങ്ങിയ പുൽപ്പുറത്തല്ല കർത്താവ് കൊണ്ടുവരുന്നത്, ശ്രേഷ്ഠമായ സ്ഥലത്ത് തന്നെയാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. ആ ഇടയം കൊണ്ടുപോകുന്ന ഏറ്റവും നല്ല പുൽപ്പുറത്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിലപ്പോൾ താമസം വന്നെന്നിരിക്കാം, പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, സ്തോത്രം, ശ്രേഷ്ഠമായത് ചിലത് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ദൈവിക മന്നായെ ദൈവം നമുക്ക് നൽകും. അപ്പോൾ നമുക്ക് ആത്മീയ ഭക്ഷണവും
ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെയും കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായി നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ പറയുകയാണ്, അവൻ എന്നെ നടത്തുന്നു. അപ്പോൾ ഹല്ലേലൂയ, ഇന്ന് നമ്മളെ നടത്തുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഈ വാക്യങ്ങൾ ഈ ദാവീദ് എഴുതുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന സത്യങ്ങൾ, ആത്മീയ മർമ്മങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം പോലും അതിൻ്റെ പൂർണ്ണതകളിൽ തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കാം. ദൈവിക സ്വന്തം ജീവിത അനുഭവങ്ങളിൽ നിന്നും എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണിത്. സ്വന്തം ജീവിത അനുഭവങ്ങൾ എഴുതിയ പാട്ടുകൾക്ക് കാലങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ ഒരിക്കലും പുതുമ നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് അനേക പഴയ പാട്ടുകൾ ഇന്നും പാടുമ്പോൾ, അതിൻ്റെ ചരണങ്ങൾ പാടുമ്പോൾ അതൊക്കെ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും കണ്ണുനീരിൽ കൊണ്ട് ആമ എഴുതിയ പാട്ടുകളാണ്. പലരും ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത്, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത്, യഥാർത്ഥത്തിൽ കിട്ടിയ അനുഭവത്തിൽ നിന്നും രചിക്കപ്പെട്ട അനവധി പാട്ടുകൾ ഇന്നും അതിൻ്റെ പഴമയായി തീരുകയില്ല. അതിനൊന്നും ഒരു പുതുക്കമുണ്ട് പരിശുദ്ധാത്മാവിൽ പാടുമ്പോൾ. അതുകൊണ്ട് തന്നെ ജീവിത അനുഭവത്തിൽ നിന്നും എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 23. അവിടെ ദൈവം ഒരുവനെ നടത്തുന്നത് എങ്ങനെയാണ്? ആ ദൈവം അവനോടുകൂടെ നടക്കും. യെശയ്യാ പ്രവാചകനോട് ചോദിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരു ഇടയനെ പോലെ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. അപ്പോൾ ഇടയൻ തൻ്റെ കൂട്ടത്തെ മേയിക്കുന്ന, അപ്പോൾ ദൈവം ഒരു ആട്ടിൻ കൂട്ടത്തെ എങ്ങനെ മേയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. ദൈവസഭകളെ നയിക്കുന്ന ദൈവദാസന്മാരും വിശ്വാസ സമൂഹവും എങ്ങനെ കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലും ആത്മീയ കൂട്ടുബന്ധങ്ങളിലും ആയിരിക്കണമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത്, അതിലേക്ക് തന്നെ കൂടുതൽ നമുക്ക് സമയത്തിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട് തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തരെയും ഓരോ ആടുകളുടെയും അവസ്ഥയെ അറിഞ്ഞ് അതിനെ വേണ്ടും വണ്ണം നടത്തുന്ന നല്ല ഇടയനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ഇടയൻ നമ്മളോടുകൂടെ നടക്കുന്ന ഇടയനാണ്. ഹല്ലേലൂയ, നമ്മളെ നടത്തുന്ന ഇടയനാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കും. അപ്പോൾ ദൈവം യഹോവയുടെ ഇടയനാണ്. എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയാനുള്ള കാരണം, ദൈവികമായൊരു സ്വഭാവമുണ്ട്. എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ പലതും കർത്താവ് ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഇറങ്ങിയപ്പോൾ വാഗ്ദത്ത ദേശം ഒരുങ്ങിയിരിക്കുകയായിരുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വിട്ട് പരലോകത്തേക്ക് പോകുമ്പോൾ, സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി അവരാകപ്പാടെ കലങ്ങിയിരിക്കുകയാണ്. അരുമനാഥൻ അവരെ വിട്ടു പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ വിശ്വാസത്തിൻ്റെതായ തലത്തിൽ അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി വരികയാണ്. ഇനി ഞങ്ങളെങ്ങനെ മുമ്പോട്ട് പോകും? കർത്താവ് ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇടയൻ പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോകരുത്. യോഹന്നാൻ സുവിശേഷം 14:1 യേശു ക്രിസ്തു ചുറ്റുമുള്ള ശിഷ്യന്മാരുടെ മുഖം മ്ലാനമായപ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവ് പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ എല്ലാവർക്കും വിശ്വാസമാണ്. ആമേൻ. കാരണം കാണുന്നില്ലല്ലോ ദൈവത്തെ. പക്ഷെ കാര്യം വരുമ്പോൾ ആ വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തുള്ളൂ. അതിനുശേഷം യേശു പറയുകയാണ്, എന്നിലും വിശ്വസിപ്പിൻ. അപ്പോൾ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, ദൈവം അയച്ച പുത്രനിലും വിശ്വസിക്കണം. അവനിൽ വിശ്വസിക്കുന്നവനാണ് നിത്യരക്ഷയുള്ളത്. അവനിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സമാധാനമുള്ളത്. അവനിൽ വിശ്വസിക്കുന്നവനാണ് ദൈവിക നടത്തിപ്പുള്ളത്. അവനിൽ വിശ്വസിക്കുന്നവനാണ് ദൈവിക കൃപയുള്ളത്. അവനിൽ വിശ്വസിക്കുന്നവനെ വിശുദ്ധ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുക. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ പോയി ഒരു സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ മടങ്ങി വരും. കാരണം പിതാവിൻ്റെ സന്നിധാനത്തിൽ
അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ പോയിട്ട് അത് ഒരുക്കിയിട്ട് വരാം, നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മുൻപടയായി പോകുന്ന ഒരു നല്ല ഇടയനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും, പിന്നെ ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ ചേർക്കും. നോക്കുക, ആ ഇടയൻ്റെ കരുതൽ എന്താണ്. ഹല്ലേലൂയ. ആ ഇടയൻ ഇരിക്കുന്നിടത്ത് എന്നെയും നിങ്ങളെയും ഇരുത്തുവാൻ, സ്തോത്രം, നിത്യതയുടെ അവകാശിയായി തീരുവാൻ. ഇതൊരു കെട്ടുകഥയല്ല, നിത്യത ഒരു സത്യമാണ്. ഹല്ലേലൂയ. അവിടെ വാസസ്ഥലങ്ങളുണ്ട്, അവിടെ കണ്ണുനീരില്ല, അവിടെ പാപമില്ല, അവിടെ ഇരുട്ടില്ല, അവിടെ കർത്താവുമായിട്ടുള്ള ആമേൻ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ആമേൻ തുടർമാനമായുള്ള ജീവിതം ഒരു സത്യമാണ്. ആമേൻ അവിടെ നിത്യ നാശവുമുണ്ട് എന്നുള്ളൊരു സത്യം ആമേൻ യഥാർത്ഥത്തിൽ ഉണ്ടപ്പോൾ ഈ ദിവസങ്ങളിലും നിത്യരക്ഷയുടെ നായകനായ ആമേൻ നമ്മുടെ അരുമനാഥനായ ആമേൻ നല്ല ഇടയനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തത് നമ്മൾ നിത്യമരണം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ വേണ്ടി ഒരു നല്ല സ്ഥലമൊരുക്കി എന്നെയും നിങ്ങളെയും അവിടെ എത്തിക്കുവാനും അവനായിരിക്കുന്ന സ്ഥാനത്ത് എന്നെയും നിങ്ങളെ ഇരുത്തുവാനും വേണ്ടി ഇത്രയധികം പങ്കപ്പാടുപെട്ട് ഈ താണഭൂമിയിലേക്ക് ദൈവമായിരുന്നിട്ടും കേവലം ഒരു ഇടയനെന്നല്ല, ഒരു മനുഷ്യനെന്നല്ല, ഒരു ആടെന്ന വണ്ണം കടന്നു വന്ന് അവിടെ കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനാണെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയൻ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ആടായി തീരുകയാണ്. ആമേൻ. അതെ, കർത്താവ് പറയുകയാണ്, അവയ്ക്ക് മുമ്പായി പോകുന്നു. 10:4 പറയുകയാണ്, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അപ്പോൾ ദൈവ ശബ്ദം കേട്ട് ഈ ദിവസങ്ങളിൽ നമ്മളോട് നിരന്തരമായി ഇടപെടുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവ് നയിക്കുന്നത് എങ്ങോട്ടാണ്? ആ കർത്താവ് നയിക്കുന്നത് മറ്റെങ്ങുമല്ല, നിശ്ചലമായ ജലാശയത്തെങ്കിലേക്കാണ്. ആടിനൊരു പ്രത്യേകതയുണ്ട്, കലങ്ങി മറിയുന്ന വെള്ളത്തിൽ ആട് തൊടത്തില്ല. ആട് ആ ദാഹജലത്തിന് വേണ്ടി പോകുമ്പോൾ അതിന് നിശ്ചലമായിരിക്കുന്ന ഇടത്തു നിന്നാണ് പൊതുവെ കുടിക്കുന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് ഒരു വിധത്തിൽ മനസ്സിലാക്കാം, അല്ലെന്നും പറയുന്നവരുണ്ട്. ആ കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ദാഹിക്കുന്ന ആടുകളുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരട്ടെ. അവൻ വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന് അരുവികൾ പൊട്ടിപ്പുറപ്പെടും. പരിശുദ്ധാത്മാവെന്ന ജീവനദിയിലേക്കാണ്, ദൈവത്തിൻ്റെ ആത്മാവാകുന്ന ജീവജലത്തിലേക്കാണ് ഇന്ന് നല്ല ഇടയനായ യേശു നമ്മളെ നയിക്കുന്നത്. അവിടെ സമാധാനമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആകുന്ന ജലം കുടിക്കുന്നവന് ശക്തിയുണ്ട്. അവിടെ അവരുടെ ഹൃദയത്തിൽ ദൈവിക ഫലങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം അവിടെയാകും. അതെ, അവരുടെ ഹൃദയം കലങ്ങി മറിയുന്ന മനക്ലേശങ്ങൾ നിറഞ്ഞ ഭാരമേറിയ വിഷയങ്ങളുമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വരെ ലഭിക്കാത്തൊരു ദൈവിക ആശ്വാസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ കലക്കിക്കളയുവാനായിട്ട് ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഹൃദയം കലങ്ങിപ്പോകരുത് കേട്ടോ. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവനാണ് പൈശാചിക മണ്ഡലം. ദൈവസഭകളിൽ കലക്കമുണ്ടാക്കി ഹല്ലേലൂയ ഇന്ന് ദൈവസഭകളെ ഇല്ലായ്മയാകുവാൻ ശത്രു പലവട്ടം ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഇന്ന് നിശ്ചലമായ ജലാശയത്തിലേക്ക് സ്വസ്ഥതയുള്ളതിലേക്ക് നമ്മളെ നയിക്കുന്ന ഇന്ന് ഭവനത്തിന് ഉള്ളിൽ നമുക്ക് സ്വസ്ഥത നൽകട്ടെ. കുടുംബ ജീവിതങ്ങൾ ദൈവം സ്വസ്ഥത നൽകട്ടെ. തലമുറകളുടെ മേൽ ദൈവം സ്വസ്ഥത നൽകട്ടെ. സഭകളിൽ ദൈവം സ്വസ്ഥത നൽകട്ടെ. ദൈവിക സമാധാനത്തെ ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ ഒരു സ്വസ്ഥതയും ആർക്കും ലഭിക്കത്തില്ല. പരിശുദ്ധാത്മാവെന്ന വെള്ളം കുടിക്കാതെ, ആ ജീവജല നദി ഇല്ലാതെ സമറിയാക്കായ സ്ത്രീയോട് യേശു പറഞ്ഞു, നീ വെള്ളം കുടിച്ചിട്ട് യാക്കോബിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ വിടുതൽ വന്നിട്ടില്ല. എന്നാൽ ഞാൻ കുടിക്കുന്ന വെള്ളം നീ കുടിച്ചു നോക്ക്. ഞാൻ തരുന്ന ജലം ഹല്ലേലൂയ അത് നിത്യജീവനായി നിന്റെ ഹൃദയത്തിൽ നിന്നും ഒരു ഉറവയായി പൊങ്ങി വരും. അന്ന് സന്തോഷത്തോടെ ഓടിയ സ്ത്രീ, കുടം വെച്ചിട്ട് ഓടിയ സ്ത്രീ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല.
അരുമനാഥന് വേണ്ടി നല്ല ഇടയനെ കണ്ടെത്തിയപ്പോൾ അവൾ ജീവൻ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിലേക്ക് അവൾ ഈ സത്യത്തെ അറിയിപ്പാൻ തക്കവണ്ണം ഓടിച്ചെന്നു. ഹല്ലേലൂയ. ഇന്ന് ഇത് നമ്മുടെ ഹൃദയത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സന്തോഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനല്ല, ഒരു ഗ്രാമത്തെ മുഴുവൻ നേടുവാൻ തക്കവണ്ണം ആമേൻ പാപിനിയായ സ്ത്രീ എന്ന മുദ്ര കുത്തിയ സ്ത്രീ ആമേൻ സ്തോത്രം ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് അവളുടെ ജീവിതത്തിൻ്റെ ആകെ തുകയെ മാറ്റിയ, അവളുടെ പ്രത്യാശയെ മാറ്റിയ, അവളുടെ ജീവിതത്തിലേക്ക് സമാധാനം നൽകിയ ഹല്ലേലൂയ ഒരു യേശുവിനെയാണ് ആരാധിക്കുന്നത്. ആമേൻ. അവളുടെ ഹൃദയത്തിൽ ഒരു ഇടയൻ്റെ ഹൃദയം അവൾക്ക് ലഭിച്ചു. അനേകരെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് അവൾക്കൊരു താല്പര്യം വന്നു. സ്വാർത്ഥത അവളുടെ ജീവിതത്തിൽ നിന്ന് മാറി. ഇതെനിക്ക് മാത്രമുള്ളതല്ല, യേശു പറഞ്ഞു, ഈ ആട്ടിൽ കൂട്ടത്തിലില്ലാത്ത അനേക ആടുകളുണ്ട്, അവരും ഇതിലേക്ക് വരണം, അവരും ഈ സത്യം അറിയണം, അവരും ആശ്വാസം പ്രാപിക്കണം, അവരും സൗഖ്യം പ്രാപിക്കണം, അവരും ഈ ദിവസങ്ങളിൽ നിത്യതയിൽ അവകാശിയായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. കയ്പുള്ള വേര് ഹൃദയത്തിലുണ്ടെങ്കിൽ അത് മുളയ്ക്കാൻ സമ്മതിക്കരുത്. ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ ഇന്ന് കയ്പ് മാറ്റി ഹല്ലേലൂയ അവരുമായിട്ട് നമുക്ക് രമ്യതപ്പെടുവാൻ തയ്യാറാകാം. അനേകർ അതിനാൽ മല്ലപ്പെടും. കാരണം ആമേൻ നിശ്ചലമായ ജലാശയത്തിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് സമാധാനത്തെ കർത്താവ് നൽകും. ഇന്ന് ആമേൻ ചെറിയൊരു വിഷയം മതി നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ. ഒരു ചെറിയ ജലദോഷം മതി നമുക്കുള്ള ഒരു അസ്വസ്ഥമാകാൻ. ഒരു ആന വലിയ സ്തോത്രം ആ സൈസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആനയുടെ തുമ്പിക്കൈക്കകത്തൊരു കൊതുക് കയറിയാൽ മതി സ്തോത്രം, പിന്നെ ആനയ്ക്ക് വെറുതെ നിൽക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ ആത്മീയ ഭീമാഗായകനാണെന്ന് പറഞ്ഞാലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുക, നിങ്ങളുടെ സമാധാനത്തേക്ക് എടുത്തുവാൻ ചെറിയൊരു വിഷയം മതി. പക്ഷേ ഈ ആടുകളെ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട്. അതിൻ്റെ ചെവിയിലേക്കാണ് പലപ്പോഴും ഈ പ്രാണികളൊക്കെ കടന്നു വരുന്നത്. അതിനെയൊക്കെ എണ്ണ അതിൽ തേക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ എൻ്റെ തലയെ എണ്ണ തേപ്പിക്കുന്നു എന്നൊക്കെ മറ്റൊരു ഭാഗത്ത് എഴുതുന്നു. അതുമായിട്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കാണിക്കുകയാണ്. അവിടെ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, അതിൻ്റെ മറ്റൊരു വാക്യത്തിൽ പറയുകയാണ്, തിരുനാമം നിമിത്തം എന്നെ നീതി പാതകളിൽ നടത്തുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ നാമം നിമിത്തം നീതിപാതകളിൽ നടത്തുന്നു. അപ്പോൾ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് മാത്രം നടത്തുന്ന ഒരു ഇടയനല്ല, നീതിപാതകളിൽ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ വഴികളിൽ, നീതിയുടെ വഴികളിൽ എന്നെയും നിങ്ങളെയും നടക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു സർവശക്തനായ ഒരു നല്ല ഇടയൻ ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ട് ആ ജീവനെ തിരിച്ചെടുത്ത് സ്വർഗീയ പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവേഷനായിട്ടുണ്ട്. അതെ, ഇന്ന് കർത്താവ് ഏറ്റവും ഭയപ്പെടുന്ന അല്ലെങ്കിൽ ദൈവസഭകൾക്കുള്ളിൽ ദൈവിക സത്യങ്ങൾ, യഥാർത്ഥ സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ, സത്യവചനം, മായമില്ലാത്ത പാൽ കുടിക്കുന്ന ആ ദൈവവചനം, യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ ദൈവജനത്തിന് പകർന്നു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവർ പാല് കുടിക്കുക മാത്രമല്ല, ആമേൻ, സൂപ്പ് സുവിശേഷത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആമേൻ. ഒന്ന് ആദ്യമൊക്കെ ആമേൻ നമുക്കറിയാം, മിഷണറിമാർ വന്നപ്പം അവർ വേണ്ടുന്ന ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സ്തോത്രം അവരെ ദൈവത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷ അവിടെയൊന്നും കടന്നു വരുവാൻ ഇടയാകത്തില്ല. യഥാർത്ഥത്തിലുള്ള രക്ഷ യഥാർത്ഥത്തിലുള്ള മായമില്ലാത്ത പാല് കുടിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ആടുകൾ വളരാൻ തുടങ്ങും. അവിടെ കട്ടിയായ ഭക്ഷണം പിന്നീടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എഫീസ്യ സഭയിൽ നിന്ന് അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഏറ്റവും വലിയ ഭയം ജനം പിന്മാറിപ്പോകുമോ, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരെ തിരിയുമെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമൊന്നുമല്ല പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നത്. യേശു ക്രിസ്തു സത്യവചനം യഥാർത്ഥമായി സംസാരിച്ചപ്പോൾ പലരും വിട്ടിട്ട് പോയി. അപ്പോൾ പത്രോസിനോട് കർത്താവ് ചോദിക്കും, നിനക്കും പോകണമോ? അപ്പോൾ കർത്താവ്, ഞാൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവനുള്ള അപ്പമാകുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പം യഥാർത്ഥ സത്യത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ, അത് സത്യത്തിൻ്റെ വചനം മറ്റൊന്നുമല്ല,
കർത്താവ് പറയുന്നത് അവർ അപ്പത്തിന് വേണ്ടി മാത്രം കടന്നു വന്നപ്പോൾ വചനം കേൾക്കുവാനല്ല, ആമേൻ സ്തോത്രം, എന്തെങ്കിലും കാര്യസാധനത്തിന് വേണ്ടിയാണ് ജനം വരുന്നതെന്ന് മനസ്സിലായപ്പോൾ ആമേൻ അവരുടെ മുമ്പിലേക്ക് ഒരു പരീക്ഷ കർത്താവ് ഇട്ടുകൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അത് കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. ആക്സ് 20:29 അപ്പോസ്തലനായ പൗലോസ് സഭ വിട്ടു പോകുമ്പോൾ ദൈവസഭയോട് പറയുന്നൊരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ കിട്ടിയെങ്കിൽ വായിക്കാം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ ഞങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന അപ്പോസ്തലനായ നല്ല ഇടയനായ ആമേൻ യേശുക്രിസ്തു ഇടയ ശുശ്രൂഷ ഏൽപ്പിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു പത്രോസ്. അതിനോട് ചേർന്ന് തൻ്റെ ശിഷ്യന്മാരും ഇടയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അനേക ആടുകൾ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ ഇവർ യഥാർത്ഥത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ഇന്ന് ദൈവസഭകളിൽ ആമേൻ വിപരീത ഉപദേശം വന്നിട്ട് പല ആടുകളും മുമ്പോട്ട് കാൽ വയ്ക്കുവാൻ പുറത്തുള്ള ആടുകൾ മടിച്ചു നിൽക്കുമ്പോൾ ഇന്ന് അദ്ദേഹം ഭയപ്പെട്ട പൗലോസ് ഏറ്റവും ഭയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ എല്ലാ ലേഖനങ്ങൾക്കുള്ളിലും എഴുതുന്നത് വിപരീത ഉപദേശത്തെ പറ്റിയും കള്ളപ്രവാചകന്മാരെ പറ്റിയുമായിരുന്നു. ആമേൻ ആട്ടിൻതോലിട്ട ചെന്നായെ പറ്റി കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. ആമേൻ കടിച്ചു കീറുന്ന ചെന്നായികൾ അവരുടെ അകമയാണ്, പുറമേ അങ്ങനെയാണെങ്കിലും. അപ്പോൾ അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ആത്മാക്കളെ വിവേചിപ്പാനുള്ള കൃപ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും. സത്യോപദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ എന്നെ നീതിപാതകളിൽ നടത്തും. നമ്മുടെ ഇടയൻ ഹല്ലേലൂയ, അവൻ പക്ഷപാതം കാണിക്കുന്നവനല്ല. അതേ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇത് ദൈവസഭകളിൽ പലതരം ആടുകൾ വരും, കുഞ്ഞാടുകൾ വരും. ആദ്യം വരുന്നൊരു കുഞ്ഞാടായിരിക്കും, തള്ളയാടുകൾ വരും, പിന്നെ അല്പം വർഷങ്ങൾ കഴിയുമ്പോൾ ആ കുഞ്ഞാട് വളരും. അതെ, അങ്ങനെ പലതരത്തിലുള്ള ആടുകൾ, മെലിഞ്ഞ ആടുകൾ വരും, വണ്ണമുള്ള ആടുകൾ വരും, ആത്മീയമായിട്ട് ആമേൻ അധികം വലിയ ശക്തിയില്ലാത്തവർ വരും, ശക്തി കൂടിയവർ വരും, വെളിപ്പാടുള്ളവരും കൃപാവരങ്ങളുള്ളവരും. അപ്പോൾ പലതരം ആടുകൾ വരും. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആമേൻ ഒരു ഇടയനായി ഇടയന്മാരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളോ എൻ്റെ ആടുകളെ, യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആടിനും മധ്യേ, ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കും. അതെ, ഈ ദിവസങ്ങളിലും ദൈവസഭകൾക്കുള്ളിൽ പക്ഷപാതമില്ലാതെ ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവസഭകളിൽ ആടുകളെ പരിപാലിക്കുന്ന ഇടയന്മാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരാൾ പൊന്മോതിരം മൂടിയുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോൾ അവന് ശ്രേഷ്ഠമായി അവനെ കരുതുകയും അതില്ലാതെ ഇരിക്കുന്നവനെ അവനെ തള്ളിക്കളയുകയും അല്ലെങ്കിൽ അവനെ ത്യജിച്ചു കളയുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന അനുഭവങ്ങളെ പറ്റിയൊക്കെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ ദൈവസഭകൾക്കുള്ളിൽ ആത്മീയമായിട്ട് പലപ്പോഴും ശോഷിച്ചിരിക്കുന്നവരുണ്ട്, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരുണ്ട്. അതേ, ആത്മീയമായിട്ട് ഒരുപക്ഷെ അവർക്ക് പല രീതിയിലുള്ള ബലഹീനതകളുള്ളവരുണ്ട്. പക്ഷേ എല്ലാ ആടുകളെയും ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ കൂട്ടായ്മകളിൽ ദൈവസഭകളിൽ ബലഹീനരായിരിക്കുന്നവരെ തള്ളിക്കളയാനല്ല, അവരെ ഓർത്ത് ആമേൻ കളിയാക്കുവാനല്ല, അവരെ ഓർത്ത് പരിഹസിക്കുവാനല്ല, പക്ഷെ അവരെ ചേർത്ത് പിടിക്കുവാനും അവരെ ബലപ്പെടുത്തുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനും തയ്യാറാകുന്ന ഒരു കൂട്ടം ഇടയ ഹൃദയങ്ങൾ ഈ ദിവസങ്ങൾ ദൈവം തട്ടി ഉണർത്തട്ടെ. ഹല്ലേലൂയ. അനവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അനവധി സഭകളിൽ പോയിട്ട് തള്ളപ്പെട്ടവരായി കടന്നു വന്നവരുണ്ട്. ഹല്ലേലൂയ. ചേർത്ത് പിടിക്കാൻ ആരുമില്ല, ആശ്വാസവാക്ക് പറയുവാൻ ആരുമില്ല, ഒന്ന് നോക്കുവാൻ ആരുമില്ല, ഒന്ന് ചിരിക്കുവാൻ ആരുമില്ല, സ്നേഹം പകർന്നു കൊടുക്കുവാൻ ആരുമില്ല. സ്തോത്രം. അങ്ങനെയുള്ള ഒരു കൂട്ടം ജനം നമുക്ക് ചുറ്റുമുണ്ട്, ദൈവസഭകളിലുണ്ട്. അവരെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ദൈവദാസന്മാരായ നമുക്കും ദൈവവിശ്വാസികളായ ആടുകൾക്കും ഈ ദിവസങ്ങൾ ഇടയാകട്ടെ.
ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു ആശ്വാസ വാക്കിന് വേണ്ടി ആഗ്രഹിക്കുന്ന അനവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. മുറിവേറ്റവരുണ്ട്. ഹല്ലേലൂയ. ഒരു ആത്മീയമായി വെളിപ്പാടില്ലാത്തവരുണ്ട്. അവരുടെ ഇടയിൽ അവിടെ പറയുകയാണ്, അതെ, അതിനെ ഞാൻ പതുക്കെ നടന്നു. ചിലതിനെ പതുക്കെ നടത്തേണ്ടതുണ്ട്. ദീനം പിടിച്ചവയുണ്ട്, സ്വന്തം രോഗമുള്ളവരുണ്ട്. ആമേൻ. തൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കുന്ന ദൈവമുണ്ട്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വേഗത്തിൽ പോകാം, സമയത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ. ആമേൻ. മറ്റൊരു വാക്യം പറയുകയാണ്, കൂരിരുൾ താഴ്വാരങ്ങൾ കൂടി നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും നിന്റെ കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുളിൻ്റെ അനുഭവങ്ങളാണോ സഹോദര സഹോദരി നിങ്ങൾ കടന്നു പോകുന്നത്? അവിടെ ഇരുട്ടിൻ്റെ അനുഭവത്തിൻ്റെ ഉള്ളിൽ ഭയപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇരുട്ട് കാണുമ്പോൾ ആടിന് ഭയമാണ്. ഇരുട്ടിൻ്റെ അനുഭവത്തിനാണോ നിങ്ങൾ കടന്നു പോകുന്നത്? വെളിച്ചത്തിൻ്റെ അനുഭവം വരും, ഇരുട്ടിൻ്റെ താഴ്വാരങ്ങൾ വരും. യു വിൽ ഹാവ് വാലി ഓഫ് ഫിയർ. ഹല്ലേലൂയ. അവിടെ തിരുവചനം പറയുകയാണ്, അവിടെ സംഗീതക്കാരൻ ദാവീദ് പറയുകയാണ്, ഞാൻ അതിലൂടെ നടക്കും. ഇപ്പം എനിക്കില്ല, നടന്നാലും ഭാവിയിൽ അത് വന്നാലും ഞാൻ അനർത്ഥം ഭയപ്പെടത്തില്ല. ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, രാത്രിയുടെ അനുഭവങ്ങൾ, ഒരുപക്ഷെ എങ്ങോട്ട് പോകണമെന്നറിയാതിരിക്കുന്ന അനുഭവങ്ങൾ, ജീവിതത്തിൽ എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന സ്ഥലങ്ങൾ, എൻ്റെ ഭാവി എന്തായി തീരുമെന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തായി തീരുമെന്ന്, എൻ്റെ തലമുകളുടെ അവസ്ഥ എന്തായി തീരുമെന്ന്, എൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ എന്തായി തീരുമെന്ന്, സാമ്പത്തിക മണ്ഡലങ്ങൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അവയെ നിലവിളിക്കുന്ന ജീവിതങ്ങൾ ഇതിനകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അവയെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഇന്ന് വിശ്വാസത്തോടെ പറയണം, കൂരിരുൾ താഴ്വാരങ്ങൾ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ആമേ എൻ്റെ ഇടയൻ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. ഇരിക്കുന്ന ദൈവം, എന്നെ കിടത്തുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവം. സ്തോത്രം. ഹി ഈസ് എ ഗോഡ്. ഹല്ലേലൂയ. ഒരുപക്ഷേ ഇന്ന് ഈ ദിവസങ്ങളിലും നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആശ്വാസം ആവശ്യമുണ്ട്, നമുക്ക് ശാസന ആവശ്യമുണ്ട്. ചില ശാസന മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനിടയിൽ ദൈവിക ആശ്വാസവും പരിപാലനവും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നീ എന്നോടുകൂടി ആ ദൈവ സാന്നിധ്യം ആ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ, ഇന്ന് ഇരുട്ടിൻ്റെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി. ജസ്റ്റ് ഐ നീഡ് യുവർ പ്രസൻസ്, ഓ ലോർഡ്. ആമേൻ. അവിടുന്ന് എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഈ ദൈവം ഇസ്രായേലിനെ വഴി നടത്തുമ്പോൾ സങ്കീർത്തനം 80:1 പറയുന്നുണ്ട്, ആട്ടിൻ കുട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി. 80:1 ഹാലു. ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ, കിരൂബുകൾ അധിവസിക്കുന്നവനെ എൻ്റെ മേൽ പ്രകാശിക്കണമേ. ആമേൻ. അപ്പോൾ യോസേഫിൻ്റെ കാലഘട്ടങ്ങളിൽ കിരൂബുകളുടെ മേൽ അധിവസിക്കുന്നവനായ ദൈവം തൻ്റെ ജനത്തിന് മേൽ പ്രകാശിച്ചിരുന്നു. ഇസ്രായേൽ ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ യോസേഫിൻ്റെ കാലഘട്ടങ്ങളിലായിരുന്നപ്പോൾ ദൈവം അവരെ പാർപ്പിച്ച സ്ഥലം ഗോഷേൻ എന്ന സ്ഥലമായിരുന്നു, ദ ലാൻഡ് ഓഫ് ഷെപ്പേർഡ്സ്. കാരണം ഈജിപ്തുകാർക്ക് ഈ ഇടയന്മാരെ ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് അറപ്പും വെറുപ്പുമായിരുന്നു. പണ്ട് പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ അറപ്പും വെറുപ്പുമായിരുന്നല്ലോ. സ്തോത്രം. ഇന്നും അറപ്പും വെറുപ്പുമായി സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുമുണ്ട്. അതിൻ്റെ സത്യവും അസത്യമുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ സ്തോത്രം ഈ ഇടയന്മാരെ ഇവർക്ക് വെറുപ്പായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മാറ്റി താമസിച്ചാൽ മതി. അതുകൊണ്ട് അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. ഈ അറപ്പും വെറുപ്പുമായിരുന്ന ഇടയന്മാർ 10 അത്ഭുതങ്ങൾക്കിടയിൽ അവിടെ മുഴുവൻ, ഈജിപ്ത് മുഴുവൻ ഇരുട്ട് വ്യാപരിച്ച ഒരു രാത്രി ഉണ്ടായിരുന്നു, ഒരു പകലുണ്ടായിരുന്നു. ആ പകൽ സമയത്ത് വെളിച്ചമായി മാത്രം ഗോശേനിൽ ദൈവം വെളിപ്പെട്ടു. സ്തോത്രം. നോക്കുക, അതോർത്തായിരിക്കും ഒരുപക്ഷെ ദാവീദ് പറഞ്ഞത്, മരണത്തിന്റെ നേൽ വീണ താഴ്വാരങ്ങൾ കൂടി നടന്നാലും അവൻ എന്നോട് കൂടി ഇരിക്കുന്നല്ലോ, അവൻ എനിക്ക് വെളിച്ചമായി തീരും. ഹാലെ. ഭൂമി അന്ധകാരം ഭൂമിയെ മൂടുമ്പോഴും കൂരിട്ട് ജാതിയെ മൂടുമ്പോഴും ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നിങ്ങളും ദൈവത്തിന് വേണ്ടി കത്തി ശോഭിക്കുന്ന ദിവസങ്ങളായിരിക്കും. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അതിൻ്റെ മധ്യേ ദൈവസഭ ആരാണെന്ന് തിരിച്ചറിയുന്ന നാളുകൾ മുൻപിലുണ്ട്. ഹല്ലേലൂയ.
ആർക്കും ആമേൻ സ്തോത്രം അവിടെയെല്ലാം ക്ഷാമം പെരുകിയപ്പോഴും തൻ്റെ ഭക്തനെ ഓർത്തൊരു ദൈവമുണ്ട്, ഏലിയാവിനെ പോറ്റിയ ദൈവമുണ്ട്. അവിടെ പറയുകയാണ് മരണത്തിന് അതെ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലും അതെ നിന്റെ വടിയും കോലും എനിക്ക് ഉറപ്പേകുന്നു. നമ്മൾ കുറച്ച് മുമ്പ് കേട്ട ഒരു വചനമുണ്ടായിരുന്നു. അതെ, അത് വടിയും സ്റ്റാഫ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹിസ് സ്റ്റാഫ് ആൻഡ് റോഡ്. ആ കോല് നീണ്ട ഒരു വടിയാണ്. ആ വടി യാക്കോബ് ആ വടിയുടെ കീഴിലൂടെ എനിക്ക് തോന്നുന്നു അതെ ആ വടിയാണ് പലപ്പോഴും ആ സ്റ്റാഫാണ് ഈ ആടുകൾ പുറത്തേക്ക് പോകുമ്പോൾ അറ്റൻഡൻസ് എടുക്കും. എത്ര ആട് പുറത്ത് പോയെന്ന് നോക്കും. ഹല്ലേലൂയ. 100 എണ്ണമാണോ 10 ആണോ 20 ആണോ? അപ്പോൾ ഈ ഇതിൻ്റെ കീഴിൽ കൂടെ പോകുന്നു. 1 2 3 4 വൈകിട്ടാകുമ്പോൾ ഇത് തിരിച്ചു എണ്ണും. ആമേൻ. 1 2 3 അതിനകത്ത് ഒരു പക്ഷേ 1 2 കുറവ് വന്നാൽ ആമേൻ ഈ ഇത് എണ്ണുന്ന ആ ഇടയൻ അറിയാം 1 ഈസ് മിസ്സിങ്, എവിടെയോ മിസ്സിങ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ മുഴുവൻ വിട്ടിട്ട് അതിനെ തേടി പോകും. അതിൻ്റെ പേര് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും ഒരുപക്ഷെ നിങ്ങൾ മാറി നടക്കുകയാണോ, മറ്റ് മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോയ അനുഭവത്തിലാണോ, ഒരു പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലാണോ? അരുമനാഥൻ നിങ്ങളെ തിരക്കി ഈ ദിവസങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മടങ്ങി വരാൻ തയ്യാറാകുക. സ്തോത്രം. ആർ പേര് ചൊല്ലി പുറത്തു പോകുന്നു. ഹല്ലേലൂയ. അത് ആടുകൾ നടക്കുമ്പോൾ വഴി വിട്ടു പോകുമ്പോൾ അതിനെ തട്ടി അടുപ്പിക്കും. ഈ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ ആമേൻ വഴിതെറ്റി പോകുന്ന തിരിച്ചറിയുമ്പോൾ പെട്ടെന്നൊരു തട്ടൽ പുറത്ത് വരും, വന്നൊരു ചെറിയ തട്ട് വരും. ഹല്ലേലൂയ. അപ്പോൾ അറിയാം എവിടെയോ എനിക്ക് വഴിതെറ്റിപ്പോയി. ആമേൻ സ്തോത്രം. ഇടത്തോട്ടോ വലത്തോട്ടോ നീ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് നീ ഒരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകാൻ കഴിയുന്നൊരു ഇടയൻ്റെ ശബ്ദം ഈ ദിവസങ്ങൾ നിങ്ങളുടെ കാതുകൾ മുഴങ്ങും. കർത്താവിനോട് ഉയർന്ന് ചേർന്ന് നടക്കുവാൻ തയ്യാറാണോ? ഇരുട്ടിൻ്റെ അനുഭവത്തിലും എന്നെയും നിങ്ങളെയും എത്തേണ്ട ദിശകളിൽ എത്തിക്കും. എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന, എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുന്ന, എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന, എന്തുകൊണ്ടെന്ന് പറയുന്ന, നിലവിളിക്കുന്ന വിഷയങ്ങളുള്ള ജീവിതങ്ങളെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഒരു ശബ്ദം നിങ്ങളെ ഈ ദിവസങ്ങളിലൂടെ നടത്തും. ഒരു തട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരും. നിങ്ങളെ തട്ടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആമേൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. തിരിച്ച് സുരക്ഷിതമായി എത്തേണ്ട മണ്ഡലങ്ങൾ എൻ്റെ ദൈവം എത്തിക്കും. ആമേൻ. അതിൽ ചാഞ്ഞ് നിന്നുകൊണ്ടാണ് ഇടയനിൽ ആശ്വാസം പ്രാപിക്കുന്നത്, ആടുകൾക്ക് ആശ്വാസം കിട്ടുന്നത്. അതേ ഒറ്റപ്പെട്ട അനുഭവങ്ങളിലും ഹല്ലേലൂയ ഈ ദിവസങ്ങളും ആമേൻ ആ വടിയുണ്ടല്ലോ, ആ വടിയാണ് ആമേൻ മൃഗങ്ങളിൽ നിന്നും ആ വടിയാണ് ആടുകളെ പലപ്പോഴും മൃഗങ്ങൾ വരുമ്പോൾ അതിനെ ഓടിച്ചു വിടുന്ന വടിയാണ്. ചെന്നായ്കൾ വരുമ്പോൾ, കരടി വരുമ്പോൾ, സിംഹമൊക്കെ വരുമ്പോൾ ആമേൻ ഈ ദിവസം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അധികാരത്തിൻ്റെ വടി എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലുണ്ട്. അതുകൊണ്ട് ഒരു പൈശാചിക മണ്ഡലവും ദൈവജനത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. ഇടയൻ്റെ കൂടെയാണോ നടക്കുന്നത്, ആമേൻ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ എന്നെയും നിങ്ങളെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം വെളിച്ചമായവൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. പ്രകാശമായവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്, സത്യപ്രകാശം, യഥാർത്ഥ പ്രകാശം നമ്മുടെ കൂടെ ഉണ്ടെന്ന്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞവൻ, ഇരുട്ടിൽ കത്തുന്ന ആമേൻ ദീപമായി, ആമേൻ ഉദയനക്ഷത്രമായവൻ ഇന്ന് കൂടെ ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ പറയണം, എൻ്റെ ഇരുട്ടിനെ വെളിച്ചമാക്കാൻ കഴിയുന്ന സത്യദൈവം ഹല്ലേലൂയ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതെ, ആ വെളിച്ചത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് നടക്കാം. ഒരു ആടിനെ പോലും അവൻ മറന്നു പോകത്തില്ല. അതേ, ഇന്ന് മറന്നു പോകുന്ന ദൈവത്തെയല്ല, എല്ലാ ആടുകളുടെയും പേര് വ്യക്തമായി തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ കുറിച്ചു വെക്കുന്ന ഒരിടയനെയാണ് ആരാധിക്കുന്നത്. അതേ, ഒരു പേര് കഥാവ് നമ്മളെ ഓർക്കും. മറവില്ലാത്തവനുണ്ടെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പലതും മറക്കും. ചിലതൊക്കെ മറക്കുന്നത് നല്ലതാണ്, ചിലതൊക്കെ മറക്കുന്നത് അത്ര നല്ലതുമല്ല. സ്തോത്രം. മറക്കേണ്ടത് മറക്കണം, ഓർക്കേണ്ടത് ഓർക്കുവാൻ നമുക്ക് തയ്യാറാകാം. ആമേൻ. ഒരു നോഹയെ ഓർത്ത ദൈവമുണ്ട്, എബ്രഹാമിനെ 430 വർഷത്തിന് ശേഷവും ഓർത്ത ദൈവമുണ്ട്. He does not forget. ആമേൻ. ഇന്ന് ദൈവസന്നിധി താഴുവാൻ തയ്യാറാണോ? എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. യേശുക്രിസ്തു അതേ ആ പൈശാചികമായ ബന്ധനങ്ങൾ കഴിയുന്നവർ യേശുക്രിസ്തു വിടിവിച്ചതിൻ്റെ പിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അധികാരമുള്ള വടിയുള്ള, അധികാരത്തിന് വടിയുള്ള യേശു ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ ആമേൻ നാനാ വ്യാധികളാൽ വലഞ്ഞവർ യേശുവിൻ്റെ അടുക്കൽ
അടുക്കൽ വന്നപ്പോൾ അവൻ സകല രോഗികളെയും സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ വിടുവിച്ചു, പൈശാചിക ബന്ധനത്തിൽ കഴിഞ്ഞവന്റെ കെട്ടിനെ യേശു അഴിച്ചു, ശക്തി കേന്ദ്രങ്ങൾ തകർന്നു. ഹല്ലേലൂയ. കൂനിയായ സ്ത്രീയെ നിവർന്നു നിൽക്കുവാൻ പറഞ്ഞപ്പോൾ സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് നിവർന്നു നിന്നു. അവളെ പിശാച് ബന്ധിച്ചു എന്ന് യേശു പറഞ്ഞത്. മറ്റൊരുവന്റെ വരണ്ട കയ്യെ യേശു സൗഖ്യമാക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫരിസേയന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്നും സുവിശേഷം ഇങ്ങനെയുള്ള സുവിശേഷം പറഞ്ഞ് ഇഷ്ടപ്പെടാത്തവരുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നല്ല ഉപദേശം നല്ലതാണ്. പക്ഷേ അതേ സമയത്ത് ജനത്തിന് ആശ്വാസം ആവശ്യമുണ്ട്, ജനത്തിന് വിടുതൽ ആവശ്യമുണ്ട്, ജനത്തിന് സൗഖ്യം ആവശ്യമുണ്ട്, ജനത്തിന് സ്തോത്രം ഈ ദിവസങ്ങളിലും മാന്യത ആവശ്യമുണ്ട്. ദൈവരാജ്യം വിസ്തൃതമാകണമെങ്കിൽ ഇത് സംഭവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആമേൻ. അപ്പോൾ അവിടെ പറയുന്ന യേശു പറയും, നിങ്ങൾ ഒരുത്തന് ഒരാടുണ്ടെന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ നിങ്ങൾ അതിനെ പിടിച്ചു കയറ്റത്തില്ലയോ? ഇന്ന് ഫരിസേയ മെന്റാലിറ്റിയിൽ കഴിയുന്ന പെന്തക്കോസുകാരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അത് ഈ ദിവസങ്ങൾ നമുക്ക് വിട്ടുകളയാം. God wants his people to be released, his people to be set free. സകല മണ്ഡലങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, ലിബർട്ടി ഓഫ് ക്രൈസ്റ്റിലേക്ക് കടന്നു വരുവാൻ. ദൈവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. He has anointed me. യേശുക്രിസ്തു സുവിശേഷം തുടങ്ങുന്നത് അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് ദൈവത്തിന് ആത്മാവിൻ്റെ മേൽ ഇരിക്കുന്നു. ആമേൻ. അത് രോഗിയെ സൗഖ്യം, അതേ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനാണ്, ബന്ധനത്തിൽ കിടക്കുന്നവരെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. ഈ ദിവസങ്ങളിലും അധികാരത്തിൻ്റെ വടി അവൻ്റെ കരങ്ങളിലുണ്ട്. തൻ്റെ ആടുകളെ ഒരു കരടിയോ സിംഹമോ കടന്നു വരുമ്പോൾ അതിൻ്റെ കയ്യിൽ നിന്നല്ല, അതിൻ്റെ വായിൽ നിന്നും അതിനെ വലിച്ചു വരുന്ന ദാവീദുണ്ട് എന്ന് പറഞ്ഞ പോലെ കേൾക്കുന്ന പലരെയും ശത്രു വായിൽ ശത്രുവിൻ്റെ വായിൽ അകപ്പെട്ട അനവധി ജീവിതങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ആത്മഹത്യയിൽ നിന്നും അനേകരെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. അനേക രോഗബാധിതരെ കർത്താവ് സൗഖ്യമാക്കുന്നു. മരിച്ചവരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. അനേക കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കി. ചെകിടന്മാരുടെ ചെവിട് തുറന്നു. അവരോട് ചോദിച്ചാൽ പറയും, എൻ്റെ ജീവിതത്തിൽ സന്തോഷം. കണ്ണ് കാണാൻ മേലാത്ത കണ്ണ് കാണുമ്പോൾ അവൻ്റെ സന്തോഷം എന്താണെന്ന് മനസ്സിലാകും. നമുക്ക് കണ്ണ് കാണാതിരിക്കുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. അതിനെ കുറ്റം പറയാനല്ല. കഷ്ടത്തിൽ കിടക്കുന്ന ജനത്തിന് തീവ്രം എന്നേക്കും നിലനിൽക്കുകയില്ല എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പറയുമ്പോൾ ഇന്നും നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ആ ഇടയൻ്റെ ഒരു ഹൃദയം നമുക്ക് കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അനവധി കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നിന്ന് പറയാം. എങ്കിലും പറയപ്പെട്ട വചനം ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലാക്കി കർത്താവ് മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജീവനെ കൊടുക്കുന്നൊരു കർത്താവുണ്ട്. അവിടെ ഇസ്രായേലിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു ഇടയൻ്റെ ഹൃദയം കർത്താവേ എനിക്ക് നൽകണം. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഹല്ലേലൂയ. മുഖസ്തുതി പറഞ്ഞതല്ല, അല്ലെങ്കിൽ സ്വയം ഉയർത്തി പറഞ്ഞതല്ല. ആടുകൾക്ക് വേണ്ടി ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ അത്രയ്ക്കും നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ആ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കർത്താവിനോട് കൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭൂമിയിൽ എനിക്ക് ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ വേലകൾ ശേഷിക്കുന്നില്ല എങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ബി എനി മോർ ഹിയർ. ഇവിടെ ഈ ഭൂമിയിൽ ഇനി ആയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇഫ് ഐ വാണ്ട് ടു ബി വിത്ത് ക്രിസ്തുവിനോട് ചേർന്നായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ, യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് ദൈവം നമ്മളെ ഈ ദിവസങ്ങൾ അടുപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹാലേലൂയ. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഇന്ന് കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ആടുകളെ മേയിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങൾ ദൈവത്തിന് നല്ല ദാസന്മാരായിട്ട് തീരുവാൻ, നല്ല ഇടയന്മാരായി തീരുവാൻ, നമ്മൾ നല്ല വിശ്വാസ സമൂഹം മാത്രമല്ല, അനേകരെ സ്തോത്രം ഈ ദിവസം കർത്താവിനോട് ചേർക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരോട് കരുണ കാണിക്കുന്ന ഒരു ഹൃദയം ദൈവസ്നേഹത്താൽ ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ദൈവ
ദൈവത്തിൻ്റെ ഹൃദയം ആമേൻ ആ ഒരു ആട്ടിടേൻ്റെ ഹൃദയം ആ ദൈവത്തിൻ്റെതാ നമ്മൾ കേൾക്കുവാനിട. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും ആ ആട്ടിടേൻ്റെ ഒരു ഹൃദയമാക്കി ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആമേൻ, നീതിയുള്ളൊരു മുളയാവിനെ ഞാൻ മുളപ്പിക്കുന്ന കാലം വരും. രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്തെ ന്യായം നടത്തും. അതെ, ഒരു ഇടയൻ, ആ മഹാ ഇടയൻ വരുവാൻ സമയമായിരിക്കുന്നു. അതുവരേക്കും തൻ്റെ വിചാരണയിൽ ആടുകളെ ഈ ദിവസങ്ങൾ നമുക്ക് പരിപാലിക്കാൻ തയ്യാറാകാം. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന് ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവേൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാകുമെന്ന് മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുള്ള ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവാൻ ദൈവദാസന്മാരെ, ദൈവമക്കളെ. എന്നാൽ എന്തു സംഭവിക്കും? ഇടയശ്രേഷ്ഠൻ വെളിപ്പെടും. ഹാല് ഒരു ദിവസം നമ്മളോട് ചോദിക്കും, അവൻ പറയും, പ്രത്യക്ഷനാമോ, നിങ്ങൾക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം ലഭിക്കും. ഇത് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു കിരീടമാണ്, ഇതെല്ലാവർക്കും കിട്ടത്തില്ല. അവൻ തേജസ്സിൻ്റെ 5 കിരീടങ്ങളിൽ ഒരു കിരീടമാണ് തേജസ്സിൻ്റെ വാടാത്ത കിരീടം. ദിസ് എ സ്പെഷ്യൽ റിവാർഡ് ഫോർ ദോസ് ഷെപ്പേർഡ്സ് ഹു ഫെയ്ത്ത്ഫുള്ളി പാസ്റ്റർ ദി പീപ്പിൾ ഓഫ് ഗാഡ്. അത് നമുക്ക് പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ദൈവം നമ്മൾ ഈ വചനങ്ങളാൽ ബലപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ.